ഹലോ, എല്ലാവർക്കും അയോട്ട ഫാമിലിയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ എല്ലാവർക്കും നിങ്ങളുടെ ഒരു പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് വെൽക്കം. 9ാം ക്ലാസ്സിൽ മാത്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് ചിത്ര എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ ആദ്യം തുടങ്ങേണ്ടത്. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെ, സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അറിയാം, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ കൊല്ലം മാറിയിട്ടുണ്ട്. പക്ഷേ സിമ്പിളാണ്. 8ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂറ്റി എന്നോളം തന്നെയാണ് 9ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ വൈസ് എവറി പ്രോബ്ലം ചെയ്ത് നമുക്ക് മാത്സ് സിമ്പിളായിട്ട് പഠിക്കാം. മാത്സിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചെറുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഉത്തരം നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾ മാത്സിന് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സ്റ്റെപ്പിന് മാർക്കുണ്ട്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് നമുക്കറിയാം, ഫസ്റ്റിൻ്റെ സമവാക്യങ്ങൾ അല്ലെ, ഇക്വേഷൻസിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഇനി ഫൈനൽ ആൻസർ തെറ്റിപ്പോയാൽ പോലും നിങ്ങൾ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഓരോ വീഡിയോയും അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ട് പോകണം. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് പോവുക. ഞാൻ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞിട്ട് 2-3 തവണ അത് റിപ്പീറ്റ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്യുക, വീണ്ടും റീ അടിച്ച് കാണുക. ആൻഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഓക്കെ, മലയാളത്തിലും ഇംഗ്ലീഷിലും, മലയാള മീഡിയത്തിലെ കുട്ടികളുമുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളുമുണ്ട്. 2 സിലബസിലൂടെയും നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അറ്റ് എ ടൈം 2 സിലബസും നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻ എന്താ എന്ന് ഏകദേശം കുറേ മനസ്സിലാക്കാൻ പറ്റും. സോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാവരും തുറന്നു വെക്കുക. ആൻഡ് മാത്സിന് വേണ്ടിയിട്ട് ഒരു ലെക്ചറിങ് നോട്ട് നിങ്ങൾ കരുതണം. ഓക്കെ, അപ്പം ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്ന ടൈമിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറയും ചില കീ നോട്ട്സും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതെല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോവും. നെക്സ്റ്റ് ഇയർ 10th ആണ്, അറിയാം. ഈ 9th അത്യാവശ്യം നമുക്ക് മാത്സ് നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു കൊല്ലം നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് എന്ന് കരുതി ഒരുപാട് വലിയ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് 7th-ന്റെയും 8th-ന്റെയും എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഈ 9th-ലും വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരെയും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാണ് അയോട്ട ഫാമിലിയിലേക്ക്. നമുക്ക് മാത്സ് പഠിക്കാം. ഓക്കെ, സോ ശ്രദ്ധിച്ചേ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്നാണ് അല്ലെ. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് ഇക്വേഷൻ നമ്മൾ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് E=mc². നമ്മുടെ ഫിസിക്സിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ പോകും തോറും വേറെ കുറെ സോൾട്ട് അനാലിസിസ്, നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആ ഒരു ഭാഗത്തും വേറെ കുറെ ഭാഗത്തൊക്കെ കുറെ ഇക്വേഷൻസ് ഉണ്ടാവും. പിന്നെ ഫിസിക്സ് ആയാലും ഈവൻ മാത്സ് ആയാലും ഇക്വേഷൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കണ്ടുവരുന്ന നമ്മുടെ ആൽഫബറ്റ്സിലെ 2 ലെറ്റർ ഉണ്ട്. വൺ ഇസ് എക്സ് ആൻഡ് അനദർ ഇസ് വൈ അല്ലെ. എക്സും വൈയും ബേസ് ചെയ്തിട്ട് അല്ലെ രൂപപ്പെടുത്തുന്നതാണ് നമ്മൾ സമവാക്യങ്ങൾ അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ നമുക്ക് എക്സിനെയും വൈയിനെയും ആവശ്യമുണ്ട്. ഓക്കെ, എക്സും വൈയും എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിക് ഫ്രണ്ട്സ് ആണ് ഇൻ ദി കേസ് ഓഫ് ദിസ് ചാപ്റ്റർ. ക്ലിയർ? സോ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്, എന്താണ് ഇക്വേഷൻ അല്ലെ, എന്താണ് ഇക്വേഷൻ നമുക്കറിയാം. ഞാൻ പറയാണ്, എക്സ് പ്ലസ് വൈ is equal to 2. ഇങ്ങനെ പറഞ്ഞൊരു ഇക്വേഷൻ ആണ്. ഒരു നമ്പറും വന്നിട്ടുണ്ട് ആൻഡ് എന്താണ്, ആൽഫബറ്റ്സും വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിരിക്കണം കേട്ടോ. ആദ്യം തന്നെ ഇൻട്രോ പോലെ ഒന്നും പറയുന്നില്ല, മനക്കണക്കും ബീജഗണിതവും അല്ലെ, മെന്റൽ മാത്ത് ആൻഡ് ഓൾജിബ്ര എന്താണ് അവിടെ പറയുന്നത്. ആദ്യം തന്നെ ഒരു കണക്ക് നോക്കാം. നമുക്ക് നോക്കാം. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് എങ്കിൽ കറുപ്പത്ര വെളുപ്പത്ര. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം. There are 100 beads, black and white, in a box. 10 more black than white. How many black and how many white? നോക്കാം അല്ലേ. ഓക്കെ, അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറുപ്പും
മുത്തുമുണ്ട്, വെളുപ്പ് മുത്തുമുണ്ട്. ഒരു ചെപ്പുണ്ട്. ചെപ്പ് മീൻസ് ചെപ്പിൽ സൂക്ഷിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ. സോ ഒരു ചെപ്പുണ്ട്. ഈ ചെപ്പില് ഒരുപാട് കറുത്ത മുത്തുമുണ്ട്. ഇങ്ങനത്തെ കുറെ കറുത്ത മുത്തുകളുണ്ട്. കുറെ കറുത്ത മുത്തുകളും ഉണ്ട്, വെളുത്ത മുത്തുകളും ഉണ്ട്. വെളുപ്പ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഗ്രേ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? ഗ്രേ കൊടുത്തിട്ടും കാണാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. ഇങ്ങനെ കുറെ വെളുത്ത മുത്തുകളും കറുത്ത മുത്തുകളും ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട്. സോ കറുത്ത മുത്തുകളും ഉണ്ട്, വെളുത്ത മുത്തുകളും ഉണ്ട്. മൊത്തം ഇതില് എത്ര എണ്ണം ഉണ്ട് എന്നാ പറയുന്നത്? 100 എണ്ണം ഉണ്ട്. മൊത്തം ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. ക്ലിയർ? സോ നമ്മളോടൊരു കാര്യം പറഞ്ഞു, വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് മുത്ത്. അപ്പോ ഞാൻ വെള്ളമുത്ത് മീൻസ് വൈറ്റ് ബീഡ്സ് ഒരു എക്സ് ആയി എടുത്തു കഴിഞ്ഞാൽ, കറുപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് മുത്ത് വെളുപ്പിനേക്കാൾ 10 കൂടുതലാന്ന് പറയുമ്പോൾ വെളുപ്പ് എക്സ് ആണ്. അപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞാൽ വെളുപ്പിനേക്കാൾ 10 കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ x+10. ക്ലിയർ? അപ്പൊ വെള്ള എത്രയാണെന്നും കിട്ടി, കറുപ്പ് എത്രയാണെന്നും കിട്ടി. ഓക്കെ, നോക്കാം. മൊത്തം 100 മുത്തുകളും ഉണ്ട്. നമുക്ക് നോക്കാം. അതായത് നമ്മളോട് പറഞ്ഞു എന്താണ്? വെള്ളമുത്ത്, അതായത് വൈറ്റ്, ഞാൻ വൈറ്റ് എന്ന് എഴുതുന്നുള്ളേ, നിങ്ങൾ വൈറ്റ് ബീഡ്സ് എന്നൊക്കെ എഴുതിക്കോ കേട്ടോ. വൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ? കറുപ്പ് മുത്ത് അല്ലെങ്കിൽ ബ്ലാക്ക്, അതെന്ന് പറയുന്നത് വെളുപ്പിനേക്കാൾ 10 കൂടുതൽ, അല്ലെങ്കിൽ വെളുപ്പിനേക്കാൾ 20 കൂടുതൽ എന്ന് വെച്ചാൽ അതെ +20. 10 കൂടുതൽ എന്ന് വെച്ചാൽ വെളുപ്പ് +20. വെളുപ്പ് എക്സാ, അപ്പൊ എക്സിനോട് 10 കൂടുതലാന്ന് പറഞ്ഞത്, അപ്പൊ x+10. ഓക്കെ, അപ്പോ വെളുപ്പ് എക്സ്, കറുപ്പ് x+10. മൊത്തം എത്ര? ഇത് രണ്ടും വെളുപ്പും കറുപ്പും കൂടെ കൂട്ടി മൊത്തം നമുക്കറിയാം 100 മുത്തുണ്ട്. അതായത് വെളുപ്പ് പ്ലസ് കറുപ്പല്ലേ 100 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെളുപ്പും കറുപ്പും കൂടെ കൂട്ടി മൊത്തം ചെപ്പിൽ 100 എന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? വൈറ്റ് പ്ലസ് ബ്ലാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ? സോ നമുക്ക് നോക്കാം. അതായത് വെളുപ്പ് എന്ന് പറയുന്നത് എക്സ്, കറുപ്പ് എന്ന് പറയുന്നത് x+10, അതെന്ന് പറയുന്നത് എത്രയാടാ? 100 ആണ്. നമ്മളോർക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2x. 2x + 10 ഈസ് ഈക്വൽ ടു 100. ക്ലിയർ? എക്സ് തന്നെ നിർത്തി, എക്സ് അല്ലാത്ത സംഖ്യയെ നമ്മൾ അപ്പുറത്തോട്ട് പോവുക, എക്സിന് മാത്രം ഒറ്റയ്ക്ക് നിർത്തുക. 2x = 100 - 10 ഈസ് ഈക്വൽ ടു 90. 2x = 90. 90 കിട്ടിയില്ലേ? ഇനി 2x, ഇവിടെ 2x = 90 ആണ്. ഇനി എക്സ് കാണാൻ എന്തേ മതി? ഇവിടെ ഗുണനം 2 എന്നുള്ളത് ഇവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് x = 90/2 എന്ന് കിട്ടി. മനസ്സിലായോ? 90/2 എന്ന് കിട്ടി. അതായത് x 90/2. 90നെ 2 കൊണ്ട് ഹരിച്ചു നോക്കിയേ. 90 ഹരിക്കണം 2, 4 2. 1 മിനിറ്റ്. നാല് 2 8, 9 8 × 1 10. 10ൽ എത്ര 2 ഉണ്ട്? 5. I 2 10. 45 എന്ന് കിട്ടി. കിട്ടിയില്ലേ? 90നെ 2 കൊണ്ട് ഹരിച്ച് 45 എന്ന് കിട്ടി. അതായത് x 45 എന്ന് കിട്ടി. അതായത് x എന്ന് നമ്മൾ നേരത്തെ വാല്യൂ കൊടുത്തത് ആർക്കാണ്?
അതായത് എക്സ് എന്ന് പറഞ്ഞാൽ വെള്ളമുത്ത അല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ വെള്ളമുത്ത, ബ്ലാക്ക് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 10. അപ്പോ വെള്ള എക്സ് നമുക്ക് 45 കിട്ടി. അതായത് നോക്കിയേ, അപ്പോ വെള്ള വൈറ്റ് നമുക്ക് എത്ര കിട്ടി? വൈറ്റ് 45 കിട്ടി. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 10. എക്സ് എത്ര? 45. അതായത് 45 പ്ലസ് 10 55. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? വൈറ്റ് ഈസ് ഈക്വൽ ടു 45 ആൻഡ് ബ്ലാക്ക് ഈസ് ഈക്വൽ ടു 55. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഉത്തരം. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടുന്നുണ്ടോ? 100 ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. 45 55 കൂട്ടി നോക്കിയേ, 100 കിട്ടും. മനസ്സിലായില്ലേ? ഒന്നും കൂടെ പ്രോബ്ലം പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. അതായത് നോക്കണം, നമ്മളോട് പറഞ്ഞു ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ കറുത്ത മുത്തുണ്ട്, വെളുത്ത മുത്തുണ്ട്. വെള്ളമുത്തിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ വെളുപ്പ് ഒരു എക്സ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചു. അതിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അപ്പൊ കറുപ്പിനെ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 10 എന്ന് എഴുതി. വെള്ളയ്ക്ക് എക്സ് എന്നെടുത്തു, കറുപ്പിന് എക്സ് പ്ലസ് 10 എന്ന് എഴുതി. വെള്ളയും കറുപ്പും കൂടെയാണ് 100. അതായത് എക്സും എക്സ് പ്ലസ് 10ഉം കൂടെയാണ് 100. അതാണ് ഇവിടെ കൊടുത്തത്. എക്സ് പ്ലസ് 10 എന്ന് പറയുന്നതാണ് 100. എക്സും കൂടെ കൂട്ടി 2x. 2x പ്ലസ് 10 ഈക്വൽ ടു 100. പിന്നെ നമുക്ക് ക്രിയ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എക്സ് ഉള്ളതിനോ തന്നെ നിർത്തി, എക്സ് ഇല്ലാത്തതെല്ലാം സമത്തിന്റെ അപ്പുറത്തോട്ട് ഒറ്റയ്ക്ക് ഒരുമിച്ച് കൊണ്ടുപോയി അല്ലെ, കൊണ്ടുപോയി. അപ്പൊ എക്സ് ഒരു സൈഡിലേക്ക്, എക്സ് അല്ലാത്തതിനൊക്കെ ഒരു സൈഡിലേക്ക് ആക്കാൻ വേണ്ടി. അപ്പൊ എന്ത് ചെയ്തു? പ്ലസ് 10 സമത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ -10 ആവും. അതായത് എന്താണ്? 100 - 10. 2x ഈക്വൽ ടു 100 - 10 എത്ര കിട്ടി? 90 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 90. 2x ഈക്വൽ ടു 90. ഇവിടെ 2 ഇൻറ്റു എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സ് കാണണമെങ്കിൽ എക്സ് തന്നെ കാട്ടി ഇൻറ്റു 2 എന്നുള്ളത് ഇവിടെ പോകുമ്പോൾ സമത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ എന്ത് ചെയ്യും? 90/2. അപ്പൊ എക്സ് 90/2 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? 90/2 ദാറ്റ് മീൻസ് 45 അല്ലെ. ദാറ്റ് മീൻസ് എന്താണ്? 45 എന്ന് കിട്ടി എക്സ്. അപ്പൊ എക്സ് നമ്മൾ നേരത്തെ വാല്യൂ കൊടുത്തത് എന്താ? വൈറ്റ് മുത്തിന്. അപ്പൊ വൈറ്റ് മുത്ത് എന്ന് പറയുന്നത് 45 കിട്ടി. ബ്ലാക്ക് എന്ന് പറയുന്നത് വൈറ്റിനേക്കാൾ 10 കൂടുതൽ, അതായത് എക്സ് പ്ലസ് 10 നമ്മൾ നേരത്തെ കൊടുത്തു. എക്സ് 45, 45നേക്കാൾ 10 കൂടുതൽ 55. അപ്പൊ നമുക്ക് വൈറ്റ് 45ഉം കിട്ടി, ബ്ലാക്ക് 55ഉം കിട്ടി. നമ്മുടെ ഉത്തരം ഓരോന്നും കിട്ടിയില്ലേ? നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 100. അപ്പൊ 100 ആയില്ലേ? ഓക്കെ. അപ്പൊ വേഗം നോട്ട് ചെയ്തേ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വേഗം നോട്ട് ചെയ്തു പോവാം.